കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ പീരീഡ്സിൻ്റെ വയറുവേദനയൊക്കെ വരത്തില്ലേ. അപ്പം പീരീഡ്സ് വയറുവേദന വരുമ്പോൾ അതാ ഇതുപോലെ അമ്മമാരൊന്നും ഉണ്ടാക്കി കൊടുത്തു വെക്കട്ടെ. കുട്ടികൾക്ക് പീരീഡ്സിൻ്റെ വയറുവേദന പെട്ടെന്ന് മാറുകയും ചെയ്യും. നിങ്ങൾ രാവിലെയോ വൈകുന്നേരം 2 നേരമായിട്ട് ഇതിങ്ങനെ കൊടുത്തു വെക്കട്ടെ. ആ വയറുവേദന മാറും, നടുവേദനയൊക്കെ മാറാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ അതാ ഇത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഈ ഉലുവ നമ്മൾ കുറച്ച് കൂടുതലൊക്കെയാണ് നമ്മളതെടുത്ത് പൊടിച്ച് വെക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ കുട്ടികൾക്ക് വേദന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഗ്ലാസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പം ഒരു കുറച്ച് നിങ്ങൾ കാണിച്ചു തരാനായിട്ട് കുറച്ച് ഞാനത് വറുത്തായിട്ട് കാണിക്കുന്നത്. അപ്പം ഞാൻ വേറെ പൊടിച്ച് വെച്ചേക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതുപോലെ 1/2 സ്പൂണോളം ഞാനിപ്പം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് എള്ളാണ് കേട്ടോ. എള്ള് നമുക്ക് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. നമുക്ക് ഈ കെട്ടിക്കിടന്നിട്ടുള്ള എൻ്റെ വയറുവേദന, ബ്ലഡൊക്കെ കെട്ടിക്കിടന്നിട്ടൊക്കെയാണ് ആ വയറുവേദന എങ്കിൽ ഇത് കഴിക്കുമ്പം ബ്ലഡ് പെട്ടെന്ന് പോരുകയും ചെയ്യും. വയറുവേദന പെട്ടെന്ന് അങ്ങ് മാറുകയും ചെയ്യും കേട്ടോ. അതുമല്ല ഈ പീരീഡ്സിൻ്റെ വയറുവേദന ടൈമിൽ കുട്ടികൾക്ക് നടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ ഈ എള്ളും നമ്മുടെ ഉലുവയും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊരു പാനിലേക്ക് ഇട്ടിട്ട് വറുത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെയാണ് അതെടുത്ത് വറുത്ത് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. എപ്പോഴും നമ്മൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയും വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് തരുമ്പോൾ നമ്മൾ വറുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചെടുത്താണ് വറുത്ത് പൊടിച്ചെടുത്തതൊക്കെ തന്നെ ശരിക്കും ഇതുപോലെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ. ഞാനിപ്പോൾ എള്ളും ഉലുവയും കൂടെ കൂടിയിട്ട് വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചേക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ഈ മഞ്ഞ പാത്രത്തിൽ കണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്പൂൺ ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതിപ്പോൾ താഴെ നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മളിങ്ങനെ കുറച്ച് വീതം ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ശരിക്കും കറങ്ങി വന്നില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ തേങ്ങാപ്പാൽ എടുത്ത് അടിക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലങ്ങ് അടിഞ്ഞ് വന്നോളും. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കരയാണ് കേട്ടോ. നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ശർക്കര. അപ്പം ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലതാണ്, രക്തശുദ്ധി ആവാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ളതിൻ്റെ ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ. പണ്ടുള്ള ആളുകൾ ഈ കരിപ്പട്ടി ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും. അപ്പം കരിപ്പട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ, അല്ലെങ്കിൽ സാധാ ശർക്കര എടുത്താൽ മതി. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത് ഒരുപാട് തേങ്ങ എടുത്തിട്ടില്ല. ഈ എൻ്റെ കയ്യിലിരുന്ന് ചിരട്ട കണ്ടില്ല, അതിൻ്റെ ചുറ്റും വെക്കുന്ന ഭാഗം ഒന്ന് കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുത്തിട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാക്കി എടുത്താട്ടത്. അപ്പോൾ അത് നമ്മൾ ആ വറുത്ത് പൊടിച്ച് വെച്ചേക്കണതിൻ്റെ കൂട്ടത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കൊട്ടിയിട്ട് ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുത്തോട്ടോ. ഇതുണ്ടല്ലേ നല്ലൊരു ഗോൾഡൻ കളറിലല്ലേ നമ്മൾ ഈ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കളറില്ലേ, അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഏകദേശം ആ ബ്രൂ കോഫിയുടെയൊക്കെ ഏകദേശം ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും കേട്ടോ. അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. വേറൊരു നമ്മൾ ഉലുവ ഇട്ടു എന്ന് വെച്ചിട്ടുള്ള ഒരു മക്കച്ചവയില്ല, ചെറിയൊരു കയ്പുണ്ട്. പക്ഷേ ശർക്കരയുടേതായ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പം നമുക്കത് പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നും. അത് കഴിച്ചോളൂ. കാരണം വയറുവേദനയൊക്കെ ഉള്ള ടൈമിൽ ഇത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വയറുവേദന മാറും, ബ്ലഡ് കിടക്കുന്നുണ്ടെങ്കിൽ പോരുകയും ചെയ്യും. ഇത് കണ്ടോ, ഇത് നിങ്ങൾ കളയണ്ട, ഈ ചണ്ടി കളയണ്ട. അപ്പം ഇത് നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ഒരു ഗ്ലാസ് കൂടെ വീണ്ടും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഇച്ചിരി കൂടി തേങ്ങ നിങ്ങളൊന്ന് കൊത്തിയെടുത്തൊന്ന് മിക്സിയിൽ ചാറിലൊന്ന് കറക്കി എടുത്തിട്ട് തേങ്ങാപ്പാലാക്കി എടുത്തിട്ട് ഇത് ബാക്കി ഉണ്ടെങ്കിൽ അതിട്ടിട്ട് അങ്ങോട്ട് അടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതായത് ഉണ്ടല്ലോ നല്ലൊരു ബ്രൂ കോഫിയുടെ ആ ഒരു ടേസ്റ്റുമാണ്, ഏകദേശം ആ ഒരു കളറുമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി ഇന്ന് കുട്ടികൾക്ക് കൊടുത്തു വെക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാം അമ്മമാരെ ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് ഇതുവരെ നമ്മുടെ പേജ് ഫോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.